നമുക്കിനി പാലക്കാട്ടേക്ക് ഒന്ന് പോകാം. പാലക്കാട് നിന്നും നമ്മുടെ പ്രതിനിധി ഒരു പ്രധാനപ്പെട്ട വാർത്ത നൽകുന്നുണ്ട്. പാലക്കാട് പുളിയപ്പതിയിൽ അവശനിലയിൽ കണ്ടെത്തിയ പുലിയുടെ നില ഗുരുതരമായി തുടരുന്നു. പുലിയുടെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവുണ്ടെന്നും അവശനായ പുലി ഭക്ഷണം കഴിക്കുന്നില്ല എന്നുമാണ് വനം വകുപ്പ് പറയുന്നത്. സൈലന്റ് വാലി ഫോറസ്റ്റും ക്യാമ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ നിരീക്ഷണത്തിലാണ് പുലി. ഇന്നലെ രാവിലെ പുളിയപ്പതിയിൽ കണ്ടെത്തിയ പുലിയെ ഉച്ചയോടെ വനംവകുപ്പ് പിടികൂടുകയായിരുന്നു. ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ അറക്കൽ, ഈ പുലിയുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് പറയുമ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത് ഇക്ബാൽ? അരുൺകുമാർ, ഇന്നലെ രാവിലെ 9 മണിയോടുകൂടിയാണ് അട്ടപ്പാടി ഷോളയൂരിനടുത്ത് ഈ പുളിയപ്പതിയിൽ ഈ അവശ നിലയിൽ ഒരു പുലിയെ നാട്ടുകാർ കണ്ടെത്തുന്നത്. ഉടൻ തന്നെ വനവകുപ്പിൽ വിവരം അറിയിക്കുകയായിരുന്നു. വലിയൊരു നിരീക്ഷണം നടത്തിയതിനു ശേഷം പിന്നീട് വനവകുപ്പിലെ ജീവനക്കാർ വല ഉപയോഗിച്ചാണ് ഈ പുലിയെ പിടികൂടിയത്. ഈ പിടികൂടിയതിനു ശേഷം നടത്തിയ പരിശോധനയിലാണ് പുലിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉള്ളതായി കണ്ടെത്തിയത്. ഉടൻ തന്നെ സൈലന്റ് വാലിയിലെ ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് പുലിയെ മാറ്റുകയായിരുന്നു. വനവകുപ്പിലെ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ പുലിയുടെ തലയിലും കഴുത്തിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ട് എന്ന കാര്യം കണ്ടെത്തിയിരിക്കുന്നത്. ഈ മുറിവുകൾ ഉള്ളതുകൊണ്ട് തന്നെ പുലിക്ക് തല ഉയർത്തി നടക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, ഭക്ഷണവും കൃത്യമായി പുലിക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. കുറച്ച് വെള്ളം മാത്രമാണ് പുലി കുടിച്ചിട്ടുള്ളത്. ഏതായാലും പുലിയുടെ ആരോഗ്യനില വളരെ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 7 വയസ്സുള്ള ആൺപുലിക്കാണ് ഇത്തരത്തിലൊരു പരിക്കേറ്റ് ചികിത്സ തേടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കാട്ടിൽ വെച്ച് മറ്റൊരു വന്യമൃഗവുമായുള്ള ഒരു ആക്രമണത്തിനിടെ ആയിരിക്കാം ഒരു പക്ഷേ ഈ പുലിക്ക് പരിക്കേറ്റതെന്നാണ് വനവകുപ്പിന്റെ കണ്ടെത്തൽ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ പുലിയെ പിടികൂടുന്നതിനിടയിൽ പരിക്കേറ്റുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായ ഭരതൻ ഇപ്പോഴും ചികിത്സയിലാണ്. ഇന്നലെ പുലിയെ പിടികൂടുന്നതിനിടയിൽ പുലിയുടെ നഖം തട്ടിയാണ് ഭരതന് പരിക്കേറ്റതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇദ്ദേഹവും ചികിത്സയിലാണ് അരുൺകുമാർ. ഓക്കെ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. പുളിയപ്പതിയിൽ കണ്ടെത്തിയ പുലി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നാണ് ഇക്ബാൽ അറക്കൽ റിപ്പോർട്ട് ചെയ്യുന്നത്.